ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ചർച്ചകളിലൂടെ ഗാസയിലെ ഹമാസിന്റെ അവശേഷിപ്പ് ഇല്ലാതാക്കാനാകുമോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ ഞങ്ങളത് ചെയ്യുമെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തി ചൂണ്ടിക്കാട്ടി നെതന്യാഹു പറഞ്ഞു. ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലും ഗാസയിലെ ഹമാസിന്റെ സൈനിക ഭരണശേഷിപ്പുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന തന്റെ സർക്കാരിന്റെ ആത്യന്തിക ലക്ഷ്യം പിന്തുടരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചർച്ചയിലുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ സമാധാനത്തിലേക്കുള്ള വഴിയല്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേലിന്റെ പ്രധാന വ്യവസ്ഥകളായ ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം, ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നിവയ്ക്ക് സമ്മതിച്ചാൽ മാത്രമേ അത് സമാധാനത്തിലേക്കുള്ള വഴിയാകൂ എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇത് ചർച്ചകളിലൂടെ നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ സൈന്യത്തിന്റെ ശക്തി പ്രയോഗിച്ച് ഞങ്ങളത് മറ്റു വഴികളിലൂടെ നേടിയെടുക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. മുമ്പ് 2 തവണ വെടിനിർത്തൽ വന്നപ്പോഴും ആവശ്യമുള്ളപ്പോൾ തങ്ങളത് ധിക്കരിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കുകയുണ്ടായി. ആദ്യ വെടിനിർത്തലിന് ശേഷം ഇനി യുദ്ധത്തിലേക്ക് മടങ്ങരുതെന്ന് ഞങ്ങളോട് അവർ പറഞ്ഞു. ഞങ്ങൾ മടങ്ങി വന്നു. രണ്ടാമത്തെ വെടിനിർത്തലിന് ശേഷവും പോരാട്ടം പുനരാരംഭിക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ പുനരാരംഭിച്ചു. ഇപ്പോൾ 3ാം തവണയും പറയുന്നു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ? നെതന്യാഹു പറഞ്ഞു. 4 ദിവസത്തെ സന്ദർശനത്തിനും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US-ൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം.